വെട്ടുകാട് പള്ളിയിലൂടെ കടൽ തിരയടിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം വെള്ളം കുറേ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടപ്പം വെള്ളം ഇവിടം വരെ കയറി കിടന്നാണ്. ഈ ഭാഗം വരെ ഈ ഭാഗങ്ങളെല്ലാം വെള്ളം താഴോട്ട് വലിച്ചിട്ടുണ്ട്. എന്നാലും തിര നല്ല ശക്തിയായിട്ടുണ്ട്. വെട്ടുകാട് പള്ളിയുടെ വലത്തെ സൈഡിലേക്ക് കാണുന്ന ഇതാണ്. ഒരു കൂട്ടം കാക്കകൾ അവിടെ ഇരിപ്പുണ്ട്. ആ ഭാഗത്ത് ഒരു കൂട്ടം കാക്കകൾ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. തിരയടിക്കണോ? വലിയ തിരയാണ്. നേരത്തെ ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറി കിടന്ന സ്ഥലമാണ്. ഈ കല്ലുകെട്ട് കാണുന്നതിൻ്റെ അവിടം വരെ വെള്ളം കയറി കിടന്നതാണ്. അപ്പം വെള്ളമെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട്. വെട്ടുകാട് പള്ളി ബുധനാഴ്ച ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. ഇന്ന് പൊതുവെ ഒരു ശാന്തത പോലെ സ്ഥലം കിടക്കുകയാണ് ഈ ഭാഗങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി മാത്രം കിടപ്പുണ്ട്, വേറെ ഒന്നുമില്ല. ഈ വൈകിട്ടൊക്കെ ഇനി വല്ല തിരക്ക് വന്നാലേ ഉള്ളൂ ഈ ഭാഗങ്ങളിലൊക്കെ. ഇതുണ്ട് പുറത്തുനിന്നും കണ്ടുവന്നാണ് അത് വണ്ടി, അല്ലാതെ വേറെ വലുതായിട്ട് വണ്ടികളൊന്നുമില്ല. ഇന്ന് മൊത്തം ഒരു ആളൊന്നുമില്ല. രാവിലെ ഒരു ചെറിയ മഴച്ചാറ്റലും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ പൊതുസ്ഥലങ്ങൾ ഒരു മൂകത പോലെ കിടക്കുകയാണ് സ്ഥലങ്ങൾ. അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്ന ഇതാണ് കാണുന്നത്. വേണ്ട ഈ ഭാഗങ്ങളിലെല്ലാം ശരിക്കും ആളുകൾ പൊതുവെ ഒരുപാട് കുറവാണ് ഭാഗങ്ങളെല്ലാം. അതിനകത്ത് കുറേ പട്ടികളൊക്കെ കിടപ്പുണ്ട്. ഈ സൈഡുകളിൽ പട്ടി സൈഡുകളിൽ കുറേ തെങ്ങുകളും അവിടെ ഒരു കട ഇരിപ്പുണ്ട്. അവിടെ കടലോരം എന്നുള്ളൊരു കട അവിടെ ഇരിപ്പുണ്ട്. എല്ലാം അടപ്പാണ്. അതാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ വലത്തെ സൈഡിലുള്ള കടകളും ഒക്കെയാണ് കാണുന്നത്. ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിവിടെ വെട്ടുകാട് വന്നപ്പം എടുത്ത വീഡിയോ ആണത്. ഈ സൈഡിലൊക്കെ നമുക്ക് പള്ളിയൊക്കെ പ്രാവൊക്കെ പറക്കുന്നതും പരന്ന് പറക്കുന്നതെല്ലാം കാണാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം വണ്ടി ഇതാ കിടക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നമ്മളെത്തി. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് പോവാം. ഇന്ന് പൊതുവെ ആളെല്ലാം കുറവാണ്. വണ്ടിക്ക് അകമൊക്കെ കാണിച്ചു തരാം. ഒന്ന് മാറിക്കാൻ. ഇതാണ് നമ്മുടെ വണ്ടി അകം. ഉണ്ടോ? ഇവിടെ വണ്ടിക്കകത്തുള്ള കാഴ്ചകളാണിത്. ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ വണ്ടി അകത്ത് ഉള്ളത്. ശരി, ഓക്കെ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് തെരുവ് നായ്ക്കളാണ്. ഒരു 10-12 പട്ടികളോ ഇതിനകത്തുണ്ട് ഇവിടെ ഈ ഭാഗങ്ങളിൽ. ഭയങ്കര ശല്യമാണ് ഇവിടെ. വേണ്ട, അവിടെ നിന്ന് ഓട്ടം നോക്കിയോ. പട്ടിശല്യം ഭയങ്കര ശല്യം, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് ഓട്ടം നോക്ക്. അതിൻ്റെ ജീവനം കൊണ്ട് ഓടാൻ നോക്കുക. രാത്രി മൊത്തം ടെറസിൻ്റെ മണ്ടയിലും അവിടെ ഇവിടെ എല്ലാം ആണ്. പ്രാവ് പറക്കുന്ന കാണാം. ഒരു കൂട്ടം പ്രാവുകൾ പറക്കുന്ന നല്ല കാഴ്ചകളാണ്. കണ്ട, നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ നോക്കുമ്പോൾ. പ്രാവുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക കൂട്ടത്തോടെ. കണ്ട, നല്ല അടിപൊളി കാഴ്ചയാണ്.
മെയിൻ റോഡ് നോക്കുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണാം. ആ പള്ളിയാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ ഉണ്ടോ? അതുപോലെ ഇതുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നല്ല വ്യൂ പോയിൻ്റാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നോക്കി മൊത്തം ഈ റബ്ബർ കാടാണ്. അതിനകത്ത് റബ്ബർ എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ അതെല്ലാം മുറിച്ച് മാറ്റിയതാണ്. അവിടെ മൊത്തം ഈ മറ്റേ ഈ വള്ളിപ്പയർ എന്ന് പറയുന്ന സാധനം അത് കിടക്കുക ഈ ഭാഗങ്ങളെല്ലാം കണ്ടോ. ഈ സ്ഥലം 4 സെൻറ്റും 1700 സ്ക്വയർ ഫീറ്റാണ്. 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 4 ബെഡ്റൂമുണ്ട്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് പുളിയറക്കുണത്താണ് സ്ഥലം. അതുകൊണ്ട് ഈ പുറത്തുള്ള ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാം. അതുകൊണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിനിഷ് ചെയ്ത് തീർന്നില്ല. ഇനി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ വീട് ഫിനിഷിങ് ആകും. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും എല്ലാം അറ്റാച്ച്ഡാണ്. പിന്നെ ബാൽക്കണി ഉണ്ട്, ഹാളുണ്ട്, ഡൈനിങ് ഉണ്ട്, കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുണ്ടോ, ഇനി തറ ഇടാനുണ്ട്. തറ ബാക്കി 3 സൈഡ് ഇട്ട് ഇനി ഫ്രണ്ട് ഇൻ്റർലോക്ക് ഇടാനുണ്ട്. അതും കൂടി ഇട്ട് പിന്നെ പണി തരും. ആരെങ്കിലും വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്നവർ നമ്മുടെ ഈ നമ്പർ കൊടുത്തിരിക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 4,100 സ്ഥലം. 3 ബെഡ്റൂമുണ്ട്. 3 അറ്റാച്ച്ഡാണ്. സിറ്റൗട്ട്, ഹാള്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ. 2 വണ്ടി വരെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കിണറുണ്ട്. വാട്ടർ കണക്ഷൻ്റെ പോയിൻ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ നില വീടാണ്. 48 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില ചോദിക്കുന്നത്. ആരെങ്കിലും ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ കൊടുത്തേക്കാം. ഈ റോഡ് 5 മീറ്റർ വീതിയുണ്ട്. അതുകൊണ്ട് റോഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോഡ് ഉണ്ടല്ലോ, ആണ് റോഡ്. ഇതിൻ്റെ അടുത്തൊക്കെ വേറെ വീടുകൾ വരുന്നുണ്ട്. ഈ വീടിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി എന്ന് പറയുന്നത്. ഇതാണ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് നോക്കാം. ഉണ്ടല്ലോ, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. പണിയെല്ലാം വർക്കെല്ലാം ഫുൾ ഫിനിഷായി കിടക്കുകയാണ്. ഇൻറ്റീരിയൽ വർക്കും എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുളിയറക്കുണത്ത് ഒരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീടാണിത്. ചുറ്റും കോമ്പൗണ്ട് വാള്, 4 സൈഡിലും പുറകിലെല്ലാം ടൈലിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇൻ്റർലോക്കാണ്. കാണിച്ചു തരാം ബാക്കിയുള്ള ഭാഗം കൂടി. ഇതുണ്ട് ഫ്രണ്ട്, ഇതാണ് ഉണ്ടല്ലോ. 2 വണ്ടി വരെ പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്നുണ്ടോ, ലൈറ്റ് കണ്ടോ, എല്ലാ സൈഡുകളിലും ലൈറ്റുകളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ ചെയ്താണ് നമ്മൾ ഈ വീടിൻ്റെ വർക്കുകൾ തീർത്തിരിക്കുന്നത്. ഈ വീട് ആർക്കെങ്കിലും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വീട് വാങ്ങിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാനുണ്ടെങ്കിൽ വരിക, വന്നു കഴിഞ്ഞാൽ ഈ വീട് വാങ്ങിക്കാം. ഈ വീടിൻ്റെ അഹം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. റോസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇതാണ് ഇനി മോൾ ഭാഗം കാണിച്ചു തരാം. ഇതുണ്ടോ, ഉണ്ടല്ലോ, ഇതാണ് ഈ വീട്. ഇതിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ സിറ്റൗട്ട് അവിടെ ഒരു 3-4 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇതുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ ഒരു ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 2 കുറ്റി ഗ്യാസ് വേണ്ട ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ടെറസ്. അവിടെ ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഒരു 1000-ൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. അത് തൊട്ടപ്പുറത്തുള്ള വീട് 70 ലക്ഷം രൂപ ചോദിക്കുന്നു, നമ്മുടേത് 48 ലക്ഷം രൂപ ചോദിക്കുന്നു. എല്ലാം 4 സൈഡും കാണിക്കുകയാണ്. ഇനി കണ്ടില്ല എന്നുള്ളത് വേണ്ട. ഇതിൻ്റെ മുകളിൽ ഒരു 120 വില്ലകളുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ മണ്ണെടുത്ത് മാറിപ്പോവും. അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം അങ്ങ് മാറും. നല്ല സൈലൻ്റ് ഏരിയയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് 4 കിലോമീറ്റർ, നമ്മുടെ തമ്പാനൂരിൽ നിന്ന് 12 കിലോമീറ്റർ, മെഡിക്കൽ കോളേജ് 15 കിലോമീറ്റർ. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നല്ല രീതിയിൽ ഈ വീടിൻ്റെ പണി വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 100% നല്ല ഉറപ്പോടെ വാങ്ങിക്കാം. അത് വന്ന് എൻ്റെ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന ഇതാണ്. ഈ ഭാഗമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് കണ്ടല്ലോ. റോസ ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെടിയൊക്കെ ഇഷ്ടം പോലെ വയ്ക്കുക. 3 നല്ല മനോഹരമായ സിറ്റൗട്ടാണ് ഈ കാണുന്നത്, ഈ ഭാഗം. പിന്നെ ഇത് ഫ്രണ്ട് കാണുന്നതെല്ലാം പ്ലാവാണ്. പ്ലാവും ഡോറെല്ലാം പ്ലാവാണ്. പിന്നെ ബാക്കി ആഞ്ഞിൽ മഹാഗണി. ഇവിടെ TV സ്റ്റാൻഡുണ്ട്. TV യൂണിറ്റാണിത്. അതായത് നമുക്ക് കറക്കിയൊക്കെ കാണാൻ പറ്റുന്ന ഇതാണ്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഡൈനിങ് ആണ്. സൈഡ് എന്ന് പറയുന്നത് ഡൈനിങ് ആണ്. ഇവിടെ ഒരു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൈ വാഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇവിടെ TV യൂണിറ്റ് തിരിച്ചു വെച്ച് കാണാൻ പറ്റും. ഇതാണ് ഹാള്. പ്രൊഫൈൽ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നല്ലൊരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴെ പ്രൊഫൈലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഭാഗങ്ങളിൽ. പിന്നെ ടൈല് വെട്ടിപ്ലേറ്റ് ടൈലാണ്, അത് ചറക്കത്തില്ല. അങ്ങനെയുള്ളത് ഇതുണ്ട്. ഇവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതുണ്ട്, ഇതാണ് വർക്ക് ഏരിയ. ഈ ഭാഗം വർക്ക് ഏരിയയാണ്. ഇതെല്ലാം PVCയുടെ ഇതിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളമോ ഒന്നും പിടിക്കത്തില്ല. അങ്ങനത്തെ ബോർഡിട്ടാണ് നമ്മൾ ഈ കിച്ചൺ കബോർഡ് താഴെ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടിയ ബോർഡിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്ക്, വന്ന് കാണും. അതുപോലെ നമ്മുടെ 3 ബെഡ്റൂമുണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഞാൻ നല്ല രീതിയിലാണ് നമ്മൾ വീടിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ തറ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത്. ഒരുപാട് പേര് ഈ തറ റേറ്റിനൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പേര് തറ റേറ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവരുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് അതേപോലെയാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. ആരെയും നിർബന്ധിക്കുന്ന പരിപാടിയില്ല. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇതെല്ലാം ഫിക്സർ ടാപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലോ, ചൂടുവെള്ളം ഇതൊക്കെ വരാൻ എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ആ ബെഡ്റൂമിൻ്റെ ഇതാണ് കാണുന്നത്. മുകളിൽ ഇതുണ്ട്. ഇവിടെ നമ്മൾ ഇതൊക്കെ ലിക്സം ബോർഡ് കൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജനലിലെല്ലാം കർട്ടൻ എല്ലാത്തിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം കർട്ടനൊക്കെ വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല വിശാലമായിട്ട് ഒരാൾക്ക് കുളിക്കാനും എടുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഇതാണ്. എല്ലായിടത്തും നമ്മൾ ഫിക്സർ ടാപ്പ് കൊടുത്തിരിക്കും. നമ്മൾ പോകാൻ പോകുന്ന ഇനി ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയൽ വർക്കൊക്കെ കണ്ടല്ലോ, അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നും നമ്മൾ കുറച്ചിട്ടില്ല. അടുത്ത നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. 3ാമത്തെ ബെഡ്റൂം ഇതാണ്. ഇതിനകത്ത് അലമാര ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയൽ വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ വേണ്ട കർട്ടൻ ഫിറ്റിങ്സ് എല്ലാ ജനലുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതും AC പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബാത്റൂമാണ്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ആണ്. 10 വർഷം വാറണ്ടി ഉണ്ട്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു. കിച്ചണെല്ലാം നല്ലതായിട്ട് കണ്ടോളൂ.
ശരിക്കും കബോർഡൊക്കെ നമ്മൾ കിച്ചൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഡൈനിങ് മീറ്റർ വയ്ക്കുന്നത് ഈ ഭാഗത്ത്. അവിടെ തന്നെ CCTVയുടെ എല്ലാ പോയിന്റുകളും നമ്മളിവിടെ ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ CCTV ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വയ്ക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അരുവിക്കര ഡാമിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ബാവുലിയുടെ അതിരപ്പള്ളി പോയല്ലോ. അതിരപ്പള്ളി ഇത് നമ്മൾ വന്നിരിക്കുന്നത് അരുവിക്കര ഡാമിൻ്റെ അടുത്താണ്. ആ ഡാമിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ബാവിൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നത് അരുവിക്കര ഡാമാണ്. ഇപ്പം നമ്മൾ ആ പാലത്തിൽ നിന്നാണ് കാണുന്ന ദൃശ്യം. പാർക്ക് ബാവിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കൊച്ചുകുട്ടികൾക്ക് വീട്ടിലിരുന്ന് കളിക്കാം. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അരുവിക്കര പാർക്കിൽ. നമ്മൾ അരുവിക്കര ഡാം പാർക്കിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടുത്തെ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കളിപ്പണ്ടങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതിലെല്ലാം കയറാൻ ഊഞ്ഞാലുകളാണ്. ഇവിടെ ഒരു ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട്. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെ ഈ പാർക്കിൽ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട്